ശബരിമലയിൽ ഇത്തവണത്തെ മണ്ഡലകാല വരുമാനം റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കാണിക്ക എണ്ണാൻ ബാക്കി നിൽക്കെ 241.71 കോടി രൂപയാണ് ശബരിമലയിലെ ഇത്തവണത്തെ മണ്ഡലകാല വരുമാനം. മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ 18.72 ലക്ഷം രൂപയുടെ അധിക വർധനമാണ് ഇത്തവണ ശബരിമലയിൽ ലഭിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. കാണിക്ക അങ്ങനെയുള്ളത് എണ്ണിയിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ തുക ഇനിയും കൂടാനാണ് സാധ്യതയുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തീർത്ഥാടക തിരക്കായിരുന്നു ശബരിമല ഉണ്ടായിരുന്നത്. മണ്ഡലപൂജ ദിവസം തീർത്ഥാടകരുടെ നിര ക്യൂ കോംപ്ലക്സ് വരെയായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ഡലകാല തീർത്ഥാടനത്തിനൂടെ മണ്ഡലപൂജയുടെ പരിസമാപ്തിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സന്നിധാനത്ത് വളരെയധികം തിരക്ക് കുറവായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും രാത്രി 11-ന് നട അടയ്ക്കുന്ന വരെ സമയത്തും വൻ ഭക്തജന തിരക്ക് തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം തന്നെ ദർശനം നടത്താനുള്ള ഒരു സമയവും സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ സർക്കാരും പോലീസും കൃത്യമായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വരുമാനം കുത്തനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇത്തവണയും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കാനും അവിടെ കുത്തിരിപ്പുകൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെ പല ശക്തികളും പ്രത്യക്ഷത്തിൽ തന്നെ ശ്രമിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് തന്നെ അത്തരത്തിലുള്ള കുത്തിരിപ്പുകൾക്ക് വേണ്ടി ഇത്തവണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു കൊച്ചു കുഞ്ഞ് അവൻ അച്ഛനെ നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് കരയുന്ന പടം ഉൾപ്പെടെ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ അയ്യപ്പ ഭക്തന്മാരെ സർക്കാർ ദ്രോഹിക്കുകയാണ് എന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിൻ വരെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വരെ ക്യാമ്പയിൻ നടത്തിയെങ്കിൽ പോലും പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ സൗകര്യങ്ങൾ എത്രത്തോളം അവിടെ ഉണ്ട് എന്ന ബോധ്യം അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തിയ അയ്യപ്പ ഭക്തന്മാർക്ക് കൃത്യമായി ഇവിടെ ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള സൗകര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അതുകൊണ്ട് കുത്തിത്തിരിപ്പുകളും അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് അത് നടന്നില്ല എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഈ ഒരു വരുമാന കണക്ക് വെച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല വലിയൊരു തിരക്കുണ്ടായിരുന്നു ഇത്തവണ, അത് സമ്മതിക്കേണ്ടി വരും. കാരണം ഒരുപാട് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ബുക്ക് ചെയ്തതിൽ കൂടുതൽ ആളുകൾ എത്തിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വന്നു. എന്നാൽ പോലും എല്ലാ ഭക്തരെയും കൃത്യമായി ദർശനത്തിന് അവിടെ എത്തിക്കാൻ കേരള പോലീസിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മണ്ഡലകാല ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി നട അടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭക്തർ എത്താൻ പോകുന്നത് മകരവിളക്കുമായി ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ തന്നെ ആയിരിക്കും ശബരിമലയിലേക്ക് വരിക. എന്തായാലും ഇത്തവണത്തെ മണ്ഡലകാലത്തിലും വലിയ നേട്ടമാണ് ശബരിമലയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭക്തർക്കും വലിയ പ്രശ്നങ്ങൾ തിരക്കുണ്ടായിരുന്നു. എന്നാൽ പോലും ആ പ്രശ്നങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഭക്തർക്കും നല്ല രീതിയിൽ ദർശനം നടത്താനുള്ള അവസരം സർക്കാർ ഒരുക്കിയിരുന്നു. അതിനിടയിൽ നവകേരള സദസ്സിന് മാത്രമാണ് പോലീസുകാരെ വിന്യസിക്കുന്നത്, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോലീസുകാരെ വിന്യസിക്കുന്നില്ല എന്ന തരത്തിൽ മറ്റു ചില അസത്യ പ്രചരണങ്ങളും നടത്തിയെങ്കിൽ പോലും കൃത്യമായി പോലീസ് അവിടെ പണിയെടുത്തു എന്നുള്ളതാണ്. മിനിറ്റുകൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ അയ്യപ്പ ഭക്തന്മാരെ നട കയറ്റിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പടി കയറ്റിക്കൊണ്ടിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ശബരിമലയിൽ ഇത്തവണത്തെ പോലീസ് സേവനം എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. എന്നാൽ പോലും അതൊക്കെ സഹിച്ചുകൊണ്ട് അവരവിടെ നിന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി തന്നെയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അത് കൃത്യമായി അവർക്ക് ദർശനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫലമായി തന്നെയാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശബരിമലയിലെ വരുമാനം വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്, അത് ഇവിടുത്തെ ഭക്തന്മാർ ഇവിടെ ശബരിമലയിൽ എത്താത്തത് കൊണ്ടാണ് എന്ന തരത്തിൽ ചില വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാർത്തകൾക്കൊക്കെ അടിസ്ഥാനമില്ല എന്നാണ് ഈ ഒരു കണക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 18.72 ലക്ഷം രൂപയോളം അധിക വരുമാനമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലും ഒരുക്കങ്ങളും ഒക്കെ കൂടി തന്നെ ചേർത്ത് വെക്കണം. ഈ ഒരു വരുമാന കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം ഒരുക്കാൻ വേണ്ടി സർക്കാരും പോലീസും ഒക്കെ ഇടപെട്ടത് എന്ന കാര്യത്തിലും സംശയം വേണ്ട. മണിക്കൂറുകളോളം പണിയെടുക്കുന്ന, വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന പോലീസുകാരെ ഉൾപ്പെടെ നമ്മൾ ഇത്തവണ ശബരിമലയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ വലിയ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വരുമാനം ഇതിലൊക്കെ കാണുമ്പോൾ സർക്കാരിന്റെ ശ്രമങ്ങൾ എത്രത്തോളം ഫലിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കുത്തിത്തിരിപ്പുകൾ ഇത്തവണയും ശബരിമല ഇറക്കിയെങ്കിലും അതൊന്നും വ്യക്തമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഭക്തജനങ്ങൾ തള്ളി എന്ന് വേണം കണക്കിലാക്കാൻ.